إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون وقال أيضا أفلا يتدبرون القرآن أم على قلوب أقفالها അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമ വ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിൽ മുഴുവൻ സമയത്തും കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ജീവിക്കുന്ന കാലമത്രയും പടച്ചവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനോടുകൂടി അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകാറുള്ള കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മുഅ്മിനിന്റെ ജീവിതം അത് കൃത്യമായി വരച്ച് കാണിക്കുന്ന, മനുഷ്യൻ എന്ന നിലയിൽ ദൈനംദിന ജീവിതത്തിലെ ഓരോ അനക്കവും അടക്കവും കൃത്യമായി വിവരിച്ചു തരുന്ന, ഞാനും നിങ്ങളും നെഞ്ചോട് ചേർത്ത് ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന അള്ളാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. ദുൽഹജ്ജ് മാസത്തിൻ്റെ പവിത്രമായ പകലുകൾക്ക് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിലിൻ്റെയും ഹാജറയുടെയും ഒക്കെ പരിശുദ്ധമായ ജീവിതാനുഭവങ്ങളെ അക്ഷരങ്ങളിലൂടെ വായിക്കുകയും ഒരുപറ്റം ആളുകൾ, ലക്ഷോപലക്ഷം ജനങ്ങൾ അതിനെ പരിശുദ്ധ ഹറമിൻ്റെ പരിസരങ്ങളിൽ തൊട്ടറിയാൻ ശ്രമിക്കുകയും ചെയ്ത ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ കുടുംബത്തെ സ്മരിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രതീകാത്മകമായ ചടങ്ങുകൾക്ക് ശേഷം മില്ലത്തെ ഇബ്രാഹീമിനെ കുറിച്ച് വാചാലമാവുകയും മില്ലത്തെ ഇബ്രാഹീമിനെ കുറിച്ച് നിരന്തരം കേൾക്കുകയും ഒക്കെ ചെയ്ത ദിവസങ്ങളും പകലുകളും രാവുകളുമാണ് നമുക്കൊക്കെ കഴിഞ്ഞത്. ഈ സമയത്ത് ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടു കൂടി, അതിലേറെ പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വളരെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പവിത്രമായ രാവും പകലും വരികയും പവിത്രമായ മാസങ്ങൾ വരികയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഒരു ഈമാനിക അവസ്ഥ.
അതല്ലാത്ത സമയങ്ങളിൽ നിലനിർത്താനുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഓരോ വിശ്വാസിയും അവരുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. റമദാനിലൂടെ ഒരു വിശ്വാസി ഉണ്ടാക്കിയ ഈമാനിക ആർജവം അല്ലെങ്കിൽ ഈമാനികപരമായ കരുത്ത് അതൊരിക്കലും ഷവ്വാലിന്റെ ഒന്നിനു പോലും ലഭിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പവിത്രമായ പുണ്യമായ ഈ സമയങ്ങളിൽ നമുക്കൊക്കെ ലഭിക്കുന്ന ഒരു ആത്മീയാനുഭവം അത് മറ്റു സമയങ്ങളിൽ പലപ്പോഴും കുറയാറുണ്ട് എന്നുള്ളതും സത്യമാണ്. നമ്മുടെയൊക്കെ മക്കളെ കുറിച്ചിട്ടുള്ള വലിയ ആശങ്കയുള്ള കാലഘട്ടത്തെ ജീവിക്കുമ്പോൾ മക്കൾ വളരെ ദൈവബോധമുള്ളവരും അതേസമയം ഇസ്ലാമികപരമായ ചിട്ടയും സ്വഭാവ സംസ്കാരവും ഉണ്ടാകണം എന്ന് അത്യാഗ്രഹിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ പല സംഗതികളും മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്വാഭാവികമായും. പരിശുദ്ധ ഖുർആന് അതിനൊക്കെ ഒരു പരിഹാരം, ഒരൊറ്റമൂലി, ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ അതിന് തരുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, ഈമാനിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ഖുർആനിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ഈ സംസ്കാരം, മൊറാലിറ്റി എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ചിന്താഗതിയും കാഴ്ചപ്പാടും എന്താണ് എന്നുള്ളത് നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ്. എനിക്ക് തോന്നുന്നു പരിശുദ്ധ ഖുർആനിനെ കുറിച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് തെറ്റായ കാഴ്ചപ്പാടുകളുണ്ട്. പരിശുദ്ധ ഖുർആനെ കുറിച്ചിട്ട് ഖുർആൻ എന്താണോ പറയുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഖുർആനെ സമീപിച്ചു പോയിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയുടെ സംസ്കരണത്തിന് ഏറ്റവും ശക്തിയുള്ള ഒരു ആയുധം എന്താണ് എന്ന് ചോദിക്കുമ്പം സാധാരണ നമ്മളൊക്കെ പറയാറുള്ള നിസ്കാരത്തെ കുറിച്ചിട്ടാണ്. ഒരു കുട്ടി, ഒരു 6 വയസ്സുള്ള ഒരു മോനുള്ള ബാപ്പാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പം അതിനു വേണ്ടിയിട്ടുള്ള മദ്രസകളെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുമ്പം ആ മദ്രസയിൽ നിന്ന് കിട്ടുന്ന കുട്ടിയുടെ അനുഭവങ്ങളെ നമ്മൾ സ്കെയിൽ വെച്ച് അളക്കുന്നത് എങ്ങനെയാണ്? ആ കുട്ടിയുടെ നിസ്കാരം നോക്കിയിട്ടാണ്. ആ കുട്ടി നിസ്കാരത്തിൽ കാണിക്കുന്ന കണിശത, നിസ്കാരത്തിൽ കാണിക്കുന്ന കൃത്യത, ഇതൊക്കെ വെച്ചിട്ടാണ് ഒരാളുടെ ഈമാനിനെയും ഒരാളുടെ ഇസ്ലാമിനെയും നമ്മൾ തന്നെ പരസ്പരം സംസാരിക്കാറുള്ളത്. പ്രിയപ്പെട്ടവർ, നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പുള്ള ഇസ്ലാമിക ചരിത്രം നമ്മൾ വായിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് തുടങ്ങി റസൂലിന് വഹി വരുന്ന സമയം മുതൽ അങ്ങോട്ട് റസൂലിന്റെ കൂടെ ഉണ്ടായ സ്വഹാബാക്കൾ, ആ സ്വഹാബാക്കളുടെ ചരിത്രം കേൾക്കുമ്പോഴും ആ ചരിത്രത്തിൽ അവരുണ്ടാക്കുന്ന അത്ഭുതങ്ങൾ പറയുമ്പോഴും ഒക്കെ നമുക്കൊക്കെ വല്ലാത്ത ആത്മ അനുഭൂതി ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ബദറിന്റെ സമയങ്ങളിലും ഉഹദിന്റെ സമയങ്ങളിലും ഒക്കെ ഉണ്ടായ ഇസ്ലാമിക സമൂഹത്തിലെ അന്നത്തെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അന്നത്തെ ശക്തി, ആ ശാക്തീകരണത്തിന്റെ സമയങ്ങളിൽ റസൂലും സഹാബാക്കളും സ്വീകരിച്ച നിലപാടുകളെ കുറിച്ചിട്ട് വായിക്കുമ്പം ആ നിസ്കാരം പോലും നിർബന്ധമാക്കുന്ന ഇസ്ലാമിന്റെ ഹുക്മുകൾ വരുന്നതിന് മുമ്പുള്ള ഒരു ഇസ്ലാമിക ലോകത്തെ നമ്മൾ നിർബന്ധമായിട്ടും വായിക്കണം. മദീന കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഹുക്മുകൾ വരികയാണ്, ഇസ്ലാമിന് ശരീഅത്ത് രൂപപ്പെടുകയാണ്. ഒരു മനുഷ്യന് എന്തൊക്കെയാണ് ഹലാല്, ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് ഹറാമ്, അങ്ങനെ ഹലാല് ഹറാമുകൾ സൂക്ഷിച്ചുകൊണ്ടുള്ള മനുഷ്യ ജീവിതം ചിട്ടപ്പെടുന്നത് മദീന കാലഘട്ടത്തിലാണ്. അപ്പൊ മക്ക കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു വിശ്വാസികൾ ജീവിച്ചത് എന്ന് ചോദിച്ചാൽ ഇതൊന്നും ഇല്ലാതെയാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ, ഹലാല് ഹറാമുകൾക്ക് കൃത്യതയില്ലാതെ, സുന്നത്ത് ഫർള് കറാഹത്തുകൾക്ക് കൃത്യതയില്ലാതെ ഒരു വിശ്വാസി സമൂഹം ഇത്രമാത്രം ശക്തരാകണമെങ്കിൽ അവർക്കുണ്ടായ ഊർജം എന്താണ് എന്ന് പഠിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അതിനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുന്ന സമയത്ത് തന്നെ റസൂൽ അത് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുകയാണ്. ആ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തത് കൊണ്ട് തന്നെ അന്ന് അക്കാലഘട്ടത്തിൽ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് പോലും നിഫാഖ് ബാധിച്ചിട്ടില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. നിഫാഖ് വരുന്നത് എപ്പോഴാണ്? മദീന കാലഘട്ടത്തിലാണ്. കാരണം മുനാഫിക്കുകൾക്ക് നിസ്കരിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല, മുനാഫിക്കുകൾക്ക് റസൂലിന്റെ കൂടെ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുന്നതിന് പ്രയാസം ഉണ്ടായിരുന്നില്ല, മുനാഫിക്കുകൾക്ക് റസൂലിന്റെ കൂടെ രാത്രി സമയങ്ങളിൽ ഖിയാമുൽ ലൈലിൽ പങ്കെടുക്കുന്നതിലും പ്രയാസം ഉണ്ടായിരുന്നില്ല. അതേസമയം എവിടെയാ പ്രയാസം വന്നത്? പച്ചയായ ജീവിതം തുടങ്ങുന്ന സമയത്ത്, ഹലാല് ഹറാമുകൾ കൃത്യമായി വരുന്ന സമയത്ത്, ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം എന്ന് പറയുന്ന സമയത്ത്, മക്കളെ എങ്ങനെ വളർത്തണം എന്ന് പറയുന്ന സമയത്ത്, മറ്റൊരു മനുഷ്യനോട് നിനക്കുണ്ടാകുന്ന കടമയും കടപ്പാടും എന്താണ് എന്ന് പറയുന്ന സ്ഥലത്ത്, നിനക്ക് പടച്ചവന്റെ മുന്നിൽ എത്രമാത്രം കടമയുണ്ടോ അത്രമാത്രം കടമ നിന്റെ പടപ്പിനുമുണ്ട് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ മാനവികതയും ഇസ്ലാമിന്റെ സ്വഭാവ സംസ്കാരണവും രൂപീകരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് മുനാഫിക്കുകൾ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ
എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും തടയിടാൻ, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ എൻ്റെ മനസ്സ് പ്രേരിപ്പിക്കുമ്പം ആ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ട് പുറത്തു വരുന്നതിന് മുമ്പ് തടയിടുന്ന ഒരു ബാരിക്കേഡ് റിലീജിയനും മതവുമാകുമ്പോൾ, മതത്തിന്റെ കൽപ്പനകളാകുമ്പോൾ അതിനോട് എനിക്ക് ഉറപ്പുണ്ടാവുന്നു. അപ്പൊ അതേസമയം എനിക്ക് നിലനിൽക്കണമെങ്കിൽ മതത്തിന്റെ ബാഹ്യമായ ചിഹ്നങ്ങൾ എൻ്റെ ശരീരത്തിലും എൻ്റെ പേരിലും എൻ്റെ നാമത്തിലും ഞാൻ അഡ്രസ് ചെയ്യുന്ന എല്ലാ ബാഹ്യമായ സ്ഥലങ്ങളിലും ഉണ്ടാകണം എന്ന വാശിയും മറുഭാഗത്ത് വരുമ്പോഴാണ് നിഫാഖ് ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്നും പുറത്തു മറ്റൊന്നും രൂപീകരിച്ചുകൊണ്ട് ആളുകൾക്ക് ജീവിക്കാം. ആ ജീവിതത്തിലൂടെ ലാഭം കൊഴിയുക എന്നുള്ളത്, അതിന്റെ പിന്നിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അതിന്റെ പിന്നിൽ സാമൂഹിക അവസ്ഥ ഉണ്ടായിരുന്നു, അതിന്റെ പിന്നിൽ സമ്പത്ത് ഉണ്ടായിരുന്നു. ഇന്നും അത്തരം സ്വഭാവങ്ങൾ നിലനിൽക്കുന്നു. പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിൽ ചെയ്ത പണി എന്താന്ന് പറഞ്ഞാൽ, അന്ന് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഏതൊരു സംഗതിയും നമ്മൾ മനസ്സിലാക്കിയാൽ ബാഹ്യമായ രീതിയിൽ ഭൗതിക ജീവിതത്തിൽ ഞാനും നിങ്ങളും നിരന്തരം നേരിടുന്ന ഏതൊരു കാര്യത്തിലും, ബിസിനസ് ആയിക്കോട്ടെ, ഒരു കെട്ടിടമായിക്കോട്ടെ, ഒരു വീടായിക്കോട്ടെ, ഒരു കുടുംബ ജീവിതം ആയിക്കോട്ടെ, ഇതിന്റെ ഒന്നും ഫൗണ്ടേഷൻ ക്ലിയർ അല്ലായിരുന്നെങ്കിൽ, ആദ്യം വെക്കുന്ന സ്റ്റെപ്പ് ക്ലിയർ അല്ലായിരുന്നെങ്കിൽ, ആദ്യം എടുക്കുന്ന ഡെസിഷൻ ക്ലിയർ അല്ലായിരുന്നെങ്കിൽ, അതിന്റെ മേലെ വെക്കുന്ന എല്ലാത്തിനും അതിന്റെ പ്രയാസം ഉണ്ടാകും എന്നുള്ളത് പ്രകൃതി സത്യാണ്. എന്ന് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും ഇന്ന് ആലോചിക്കേണ്ട വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതി, എൻ്റെ മക്കൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ ഒരുപാട് ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങളെ കുറിച്ചിട്ട് നല്ല ബോധ്യമുണ്ട്, നല്ല ബോധമുണ്ട്. അതിൽ നമ്മൾ കണിശത കാണിക്കാറുണ്ട്, അതിൽ കൃത്യനിഷ്ഠത കാണിക്കാറുണ്ട്. അത് നിർബന്ധമായും ഉണ്ടാവേണ്ടത് തന്നെയാണ്. പക്ഷേ അതിൽ എന്തിനാണ് എൻ്റെ മക്കൾ എന്തിനാണ് നിസ്കരിക്കുന്നത്, ഞാൻ എന്തിനാണ് നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഹറാമായ പലിശയോട് അടുക്കാതെ എൻ്റെ സാമ്പത്തിക രംഗത്തിലെ ഡിസിപ്ലിൻ ഞാൻ കീപ്പ് ചെയ്യുന്നത് എന്നൊരു ആലോചന പ്രിയപ്പെട്ടവരുണ്ടാകണം. ഇതില്ലായിരുന്നെങ്കിൽ, എന്തിനാണ് നിസ്കരിക്കുന്നത് എന്നുള്ള ബോധ്യം മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്കില്ലായില്ലെങ്കിൽ, ബാപ്പയും ഉമ്മയും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ ആ കുട്ടി യഥാവിധി നിസ്കരിച്ചു കൊള്ളണമെന്നില്ല. പരിശുദ്ധ ഖുർആൻ എന്തിനാണ് അവതരിച്ചത് എന്ന് അറിയാത്തൊരു കുട്ടി അതേസമയം സൂറത്തുൽ മുൽക്ക് മനഃപ്പാഠമാണ്, സൂറത്ത് യാസീൻ മനഃപ്പാഠമാണ്, സൂറ വാഖിഅ മനഃപ്പാഠമാണ്. പക്ഷെ ഖുർആൻ എന്തിനാണ് എന്നറിയില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുടെ കാലാകാല ജീവിതത്തിൽ ഖുർആൻ സഹായിക്കണം എന്ന് നിർബന്ധമില്ല. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്തത് എന്താണ്, ഖുർആൻ എന്താണ്, അള്ളാഹു എങ്ങനെയാണ് ഇടപെടുന്നത് എന്നിങ്ങനെയുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ദൗത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർവഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉമൈർ ബിൻ അബി വഖാസ് എന്ന് പറയുന്ന 12കാരൻ ഷഹീദായത്. അതുകൊണ്ടാണ് ഉമൈർ ബിൻ അബി വഖാസിനെ കുറിച്ചിട്ട് കേൾക്കുമ്പോൾ നമുക്കിന്ന് വല്ലാത്തൊരു ആത്മാനുഭവം ഉണ്ടാകുന്നത്. എന്ന് പ്രത്യേകിച്ചും ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ള ചരിത്ര പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് ആരും ഒഴിവാക്കാത്തൊരു സ്ഥലമാണ് ബദറിന്റെ ഭൂമി. ബദറിന്റെ ഭൂമിയിൽ പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് പുറത്തൊരു ബോർഡ് കാണാം, ബദറിൽ ശുഹദാക്കളായ ഷഹീദായ ആളുകളുടെ പേരാണ്. അതിൽ ഒന്നാമത്തെ പേര് ഉമൈർ ബിൻ അബി വഖാസ് എന്നാണ്. ഉമൈർ ബിൻ അബി വഖാസിന് വെറും 12 വയസ്സേ ഉള്ളൂ. 12 വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെയാണ് ഷഹീദായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന് വേണ്ടി ആളുകളെ കൂട്ടുന്ന സമയത്ത് കുട്ടികളെയും സ്ത്രീകളെയും മാറ്റി നിർത്താൻ 18 വയസ്സിന് താഴെയുള്ള, അതല്ലെങ്കിൽ അന്നത്തെ കണക്കനുസരിച്ച് കൊണ്ട് ഒരു പുരുഷൻ ആണ് എന്ന് എപ്പോഴാണോ മനസ്സിലാകുന്നത് അതിനു മുമ്പുള്ള പ്രായക്കാരോടൊക്കെ തിരിച്ചു പോകാൻ റസൂലുള്ള പറയും, എല്ലാവരും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. അപ്പൊ റസൂലുള്ള തീരുമാനിക്കും ആര് വരണം എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, ഏറ്റവും വലിയ സൈന്യാധിപനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരുടെയും ഹൈറ്റും, ഓരോരുത്തരുടെയും വെയിറ്റും, ഓരോരുത്തരുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ സ്ഥാനത്ത് പോയി നിർത്തുക. ഒരു ക്യാപ്റ്റൻ നിർണ്ണയിക്കുമ്പോൾ ആ ക്യാപ്റ്റന് വേണ്ട ക്വാളിറ്റി എന്താണ് റസൂലുള്ള കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഒരാളെ നിയമിക്കുകയുള്ളൂ. ഇത്ര കൃത്യമായിട്ട് യുദ്ധത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന റസൂലുള്ള കുട്ടികളോട് തിരിച്ചു പോകാൻ പറയുകയും അവിടെ ഉമൈർ ബിൻ അബി വഖാസ് ഒളിഞ്ഞിരിക്കുകയും ചെയ്തു. ഉമൈർ ബിൻ അബി വഖാസിനെ ഒരു പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിലും ഏട്ടൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നമ്മൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പിറകുന്ന് ഉമൈറിനോട് ചോദിക്കുന്നുണ്ട്, മാ അസ്വാബക യാ ഉമൈർ, ഉമൈർ നിനക്ക് എന്ത് പറ്റി, എന്താണ് നിന്റെ മുഖത്തൊരു വെപ്രാളം എന്താന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, റസൂലുള്ള എന്നെ കണ്ടാൽ എന്നോട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറയും, പക്ഷെ എനിക്ക് യുദ്ധഭൂമിയിലേക്ക് പോകണം, ഷഹീദാകണം എന്ന ആഗ്രഹത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുകയാണ് ഒരു കുട്ടി. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ഒരു കുട്ടിക്ക് 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് യുദ്ധഭൂമിയിലേക്ക് പോകാൻ ഇത്രയധികം ആഗ്രഹം വരണമെങ്കിൽ ആ ഫൗണ്ടേഷന്റെ പവർ എത്രയാണ്?
അങ്ങനെ ആ യുദ്ധഭൂമിയിലേക്ക് പോവുകയും ഷഹീദാവുകയും ചെയ്ത ചരിത്രം നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധ ഖുർആൻ എന്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധ ഖുർആൻ എന്റെ ജീവിതത്തെ ഭംഗി കൂട്ടിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ആയത്തുകളെ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള ബോധ്യമെങ്കിലും മിനിമം നമുക്ക് ഉണ്ടാകണം. പരിശുദ്ധ പള്ളികളിൽ ഇമാമ് മുമ്പിൽ നിന്നിട്ട്, ഇമാമിന്റെ സ്ഥാനത്ത് നിന്നിട്ട് മഗ്‌രിബിനും ഇശാക്കും സുബ്ഹിക്കും ഒക്കെ ഓതുന്ന സമയത്ത് പിറകിൽ നിൽക്കുന്ന എന്നോട് പലതും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ ചെന്നിട്ടോ വീട്ടിൽ ചെന്നിട്ടോ പരിശുദ്ധ ഖുർആൻ ഒന്ന് ഓതാൻ വേണ്ടി തുറന്നിരിക്കുന്ന സമയത്ത് ആ വരികൾ എന്നോട് പറയുന്ന സന്ദേശങ്ങൾ, ആ വരികൾ എനിക്ക് തരുന്ന ഉത്ബോധനങ്ങൾ ഒരു ഖുതുബകൾക്കും ഒരു പ്രഭാഷണങ്ങൾക്കും ഒരു പ്രഭാഷണ പരമ്പരകൾക്കും തരാൻ സാധിക്കാത്തത്ര വണ്ണവും ഒരു യൂണിവേഴ്സിറ്റികൾക്കും ഒരു സർവകലാശാലകൾക്കും ഒരു മദ്രസകൾക്കും ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒരു ഉസ്താദിനും തരാൻ പറ്റാത്തത്രയും വാല്യൂ അല്ലെങ്കിൽ മൂല്യം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഓരോ അക്ഷരങ്ങളെ കുറിച്ചിട്ടും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രയാസമാണ്, അത് വലിയൊരു പരാജയമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ എന്റെ കയ്യിലുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ എന്റെ കയ്യിലുള്ള ഖുർആൻ എന്നെ സന്തോഷിപ്പിക്കാനും എന്നെ മോട്ടിവേറ്റ് ചെയ്യാനും പ്രാപ്തമുള്ള വലിയൊരു ഘടകമാണ്. ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തുവാണ്. ആ വസ്തു എന്റെ കയ്യിൽ കിട്ടിയിട്ട് എന്താണ് അതുകൊണ്ട് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് അറിയാതെ പോയാൽ ഉണ്ടാക്കുന്ന നഷ്ടത്തെ കുറിച്ചിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് കേവലം എന്റെ നിസ്കാരത്തെ കുറിച്ചിട്ടും കേവലം എന്റെ പള്ളിക്കകത്ത് ആരാധന കർമ്മങ്ങളെ കുറിച്ചിട്ടും മാത്രമല്ല, അത് വളരെ ലളിതമായിട്ടാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. അതേസമയം ഖുർആൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പച്ചയായ ജീവിതമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ മാത്രം അറിയുന്ന എത്ര എത്ര കാര്യങ്ങളുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളുടെ കടുപ്പം മറ്റൊരാളോട് പറയാൻ പറ്റാതെ മനസ്സ് നീറുന്ന എത്ര എത്ര ആളുകളുണ്ട്. എന്റെ ജീവിതത്തിൽ എന്റെ ഭാര്യയുടെയും എന്റെ മക്കളുടെയോ അല്ലെങ്കിൽ മാതാവിന്റെയോ പിതാവിന്റെയോ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രയാസം ഓർത്ത് ഓരോ വഖത്തിനും നിസ്കാരത്തിന് ശേഷം കരഞ്ഞുകൊണ്ടിരിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട്. വലിയ വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസയുടെ പ്രോഫിറ്റ് കിട്ടാതെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന എത്ര എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ തുടങ്ങി മനുഷ്യനല്ലേ, മനുഷ്യ ജീവിതമല്ലേ. ആ മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കും പ്രിയപ്പെട്ടവരെ. ആ സംഭവങ്ങൾ എന്തുമായിക്കോട്ടെ, ആ സംഭവങ്ങളിലൊക്കെ ഖുർആൻ എന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഒരു മുഅ്മിന് ജീവിതത്തിൽ കിട്ടുന്ന സ്വർഗമാണത്. ഒരു മുഅ്മിനിന് ഭൗതിക ജീവിതത്തിൽ കിട്ടുന്ന സ്വർഗമാണ് പരിശുദ്ധ ഖുർആനുമായിട്ട് ഇണങ്ങുക എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ആത്മസുഹൃത്താകുക എന്ന് പറയുന്നത്, പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാകുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, നമ്മളുടെ മാനദണ്ഡം മാറേണ്ട ഒരു സമയം അല്ലെങ്കിൽ ഒരു കാലഘട്ടം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും സൊല്യൂഷന് വേണ്ടി പരതിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിൽ വ്യക്തിത്വം രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആളുകൾ പരതിക്കൊണ്ടിരിക്കുകയാണ്. മക്കളുടെയും അതുപോലെ തന്നെ വീട്ടിനകത്തെയും ധാർമ്മികത പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് നിലനിർത്താനുള്ള ഒരു സൊല്യൂഷനെ കുറിച്ചിട്ട് ആളുകൾ ലോകമെമ്പാടും പരതിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലില്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയാണോ അത് കിട്ടുന്നത് അതിനുവേണ്ടി ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനാണെങ്കിൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അവന് പരിശുദ്ധ ഖുർആൻ തുറന്നിട്ട് അല്ലാഹ് എന്ന് കേട്ടാ മതി. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്നൊന്ന് ഓതിയാ മതി. അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്, അവന് മതി. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പരാജയങ്ങൾക്കൊക്കെ തടസ്സിടാൻ അത് മതി. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പവർ അവൻ അറിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഇത് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും. ഞാനൊരു ഹറാമിലേക്ക് പോകുമ്പം എന്റെ കാൽപാദങ്ങളെ നിർത്താനുള്ള ശക്തി പരിശുദ്ധ ഖുർആനിനുണ്ട്. എന്റെ നോട്ടം ഹറാമിലേക്ക് പോകുമ്പം അതിന് തടയിടാനുള്ള ശക്തി എന്റെ ഹൃദയത്തിലുള്ള ഖുർആനിനുണ്ട്. എന്റെ ബാപ്പയോടും ഉമ്മയോടും കയർത്ത് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ നീ സംസാരിച്ചാൽ നീ നാശത്തിലേക്കാണ് എന്ന് ഖുർആനിന്റെ വചനം എന്റെ മനസ്സിലേക്ക് ഉരുട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരാണ് എന്നുള്ള ബോധം പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മനുഷ്യൻ ആരാണ്, മനുഷ്യന്റെ ലക്ഷ്യം എന്താണ്, മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനെ പോലും നിഷേധിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുമ്പം
പരിശുദ്ധ ഖുർആൻ അവിടുന്ന് തുടങ്ങുന്നുണ്ട് മനുഷ്യന്റെ ചിന്തയെ പൊട്ടി തുറക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഖുർആൻ ചോദിച്ചത്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? കണ്ണ് തുറന്നിട്ടുണ്ട്, കാത് തുറന്നിട്ടുണ്ട്, ഹൃദയം തുറന്നിട്ടുണ്ട്. കണ്ണുകൊണ്ട് നിങ്ങൾ എല്ലാം കാണുന്നുണ്ട്, കാതുകൊണ്ട് നിങ്ങൾ എല്ലാം കേൾക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഖുർആൻ വരുമ്പോ അതിനൊരു ലോക്ക് വരുന്നത് എന്ന് ഖുർആൻ ചോദിക്കാൻ. അം അലാ ഖുലൂബ്, പ്രിയപ്പെട്ടത് എന്റെ വാക്കല്ല, ഖുർആനിന്റെ വാക്കാണ്. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, ആ പൂട്ടിട്ട പൂട്ടുണ്ടല്ലോ, ആ താളുണ്ടല്ലോ, അത് പൊളിക്കേണ്ട സമയമായി എന്ന് പറയാൻ. എന്നിട്ട് ആ പൊളിച്ചാൽ മാത്രമേ കാണേണ്ടത് എന്തോ അത് കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ, കേൾക്കേണ്ടത് എന്തോ അത് കേൾക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ആ പൂട്ട് മാറ്റണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിരന്തരം ആവർത്തിക്കുന്നത് പോലെ എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്, എന്തേ നിങ്ങൾ മനസ്സിലാക്കാത്തത്? പുതിയ കാലഘട്ടത്തിലെ ലിബറൽ ചിന്താഗതികൾ, യുക്തിവാദികൾ, അതേപോലെ തന്നെ നിരീശ്വരവാദികൾ, അവരൊക്കെ ഇസ്ലാമിനെയും മറ്റു മതങ്ങളെയും നിരന്തരം വിമർശിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ യുക്തിക്ക് എതിരായിട്ടുള്ളതാണ് എല്ലാ മതങ്ങളും എന്നാണ്. അതേസമയം പരിശുദ്ധ ഖുർആനിലേക്ക് വന്നാൽ എന്തേ നിങ്ങൾ യുക്തി ഉപയോഗിക്കാത്തത്, എന്തേ നിങ്ങളുടെ ചിന്ത ഉപയോഗിക്കാത്തത്, എന്തേ നിങ്ങളുടെ ബ്രില്യൻസ് നിങ്ങൾ ഖുർആന്റെ വിഷയത്തിൽ കാണിക്കാത്തത്? നിങ്ങളുടേതായ അക്കാഡമിക് ഫീൽഡിൽ, നിങ്ങളുടേതായ വർക്ക് സ്പേസുകളിൽ, നിങ്ങളുടേതായ ജോലി സ്ഥലങ്ങളിലെ ഇടങ്ങളിൽ നിങ്ങൾ ബ്രില്യന്റ് ആണല്ലോ, ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള സർവീസുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ആണല്ലോ, എന്തുകൊണ്ട് ആ ബ്രില്യൻസ് ഖുർആന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചിന്തകളെ ഖുർആൻ തന്നെ ഇട്ട് തരികയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട് അവൻ ആലോചിക്കുന്നില്ല? എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ബയോളജിക്കൽ പ്രോസസ്സിനെ കുറിച്ചിട്ട് അവൻ ആലോചിക്കാത്തത്? ഒരു ഉമ്മന്റെ ഗർഭപാത്രത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ആദ്യം ഒരു സ്പേമായിട്ടും അതിനുശേഷം ഭ്രൂണമായിട്ടും അതിനുശേഷം ഒരു മാംസമായിട്ടും ആ മാംസത്തിൽ നിന്ന് തന്നെ എല്ലുകൾ ഉണ്ടാക്കുകയും ആ എല്ലുകളെ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്യുന്നതിനെ കുറിച്ചിട്ട് സൂറത്ത് നൂറിൽ വിശദീകരിക്കുന്നത് എന്തിനാ? മനുഷ്യന്റെ ചിന്തകൾക്ക് ആവശ്യമുള്ള ഒന്നാമത്തെ ചിന്ത അതാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? 37 ട്രില്യൺ ക്രോമോസോമുകൾ ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്നുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 37 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 37 ലക്ഷം കോടി. 37 ലക്ഷം കോടി ക്രോമോസോമുകളിൽ നിന്നും XX-ൽ നിന്നോ XY-യിലേക്കോ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ അവിടെ സ്ത്രീയും പുരുഷനായിട്ട് മാറുന്നു എന്ന് നിങ്ങൾ ബയോളജിയിൽ പഠിക്കുമ്പോൾ ആ അത്ഭുതം 37 ലക്ഷം കോടി ക്രോമോസോമുകളുടെ അളവ് എത്രയോ? ഒരു ഖുറാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദർറത്ത് എന്ന് പറയുന്ന ഒരു അളവാണ്, ഒരു അണുവിന്റെ അളവാണ്. ആ അണുവിന്റെ അളവ് XX-ൽ നിന്നും XY-യിൽ നിന്ന് തെറ്റി മറ്റേതെങ്കിലും 21 ക്രോമോസോമുകളിലേക്ക് ചെയ്യുമ്പോഴാണ് മനുഷ്യന് അംഗവൈകല്യങ്ങൾ ഉണ്ടാകുന്നതെന്നും സ്ത്രീ പുരുഷനായിട്ടും പുരുഷൻ സ്ത്രീ ആയിട്ടും മാറുന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത് സഞ്ചരിച്ചാൽ മനുഷ്യന്റെ ജീവൻ തന്നെ അപകടത്തിലേക്ക് പോകുമെന്ന് ബയോളജി പറയുമ്പോൾ എത്ര വലിയ പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ രൂപപ്പെടുന്നതെന്നും അങ്ങനെ വലിയൊരു പ്രോസസ്സുകൾക്ക് ശേഷം മനുഷ്യൻ ഭൂമിയിൽ വന്നാൽ അവന്റെ പണി എന്താണ് എന്ന് വിശദീകരിക്കേണ്ടത് മനുഷ്യരെ സൃഷ്ടിച്ച അല്ലാഹുവാണ്. പ്രിയപ്പെട്ടവരെ, ആ അല്ലാഹുവിനെ കൃത്യമായി നേർക്ക് നേരെ ഖുർആൻ നമുക്ക് ലൈവായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അള്ളാഹു ചോദിക്കുന്നത് ഫല്യൻദുറിൽ ഇൻസാനു ഇലാ തുആമി, അവൻ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് അവൻ എന്താണ് ചിന്തിക്കാത്തത്? അന്നാ സ്വബബനൽ മാഅ സ്വബ്ബ ثم شققنا الارض شقا فانبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وابا. എന്താ മനുഷ്യൻ ആലോചിക്കാത്തത്? 3 നേരം തിന്നുന്നില്ലേ, 3 നേരം ഭക്ഷണം കഴിക്കുന്നില്ലേ? അതിൽ ഒരു നേരത്തെ ഭക്ഷണം അവന്റെ പ്ലേറ്റിലേക്ക് വരാൻ, അവന്റെ ഡൈനിങ് ടേബിളിലേക്ക് വരാൻ ഉള്ള പ്രോസസ്സിനെ കുറിച്ച് അവൻ എന്താണ് ആലോചിക്കാത്തത്? അന്നാ സ്വബബനൽ മാഅ സ്വബ്ബ, ഡൈനിങ് ടേബിളിലെ ഭക്ഷണം എത്തണമെങ്കിൽ മഴ പെയ്യണം.